പിന്നെ ഇവിടെ ഉണ്ടാവില്ല. മോനെ, നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം. ഇത് അച്ഛൻ്റെ അപേക്ഷയല്ല, ഇതൊരു തീരുമാനമാണ്. നീ അനുസരിച്ചേ പറ്റൂ. മനസ്സിലായോ? അച്ഛാ, നിന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മുറിക്കുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാരായി പരസ്പര വിശ്വാസത്തോടെ ജീവിക്കാൻ എനിക്കിനി പറ്റില്ല. എടി വേദമോളെ, ഒരു കോടതി വിധിയുടെ അവകാശം ഈ സ്വത്തിലെല്ലാം നിനക്കുണ്ട്. അതുകൊണ്ട് നിനക്കിതിനെ എതിർക്കാം. നീ എന്തു പറയുന്നു? അമ്മായി പറഞ്ഞത് സത്യമാ. ഈ പ്രോപ്പർട്ടിയിൽ എനിക്കുള്ള അവകാശം കോടതി അംഗീകരിച്ചതാ. എന്റെയും കൂടി അനുവാദമില്ലാതെ ഈ വീട്ടിൽ ആരെയും താമസിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇവിടെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പറയേണ്ടതേ അയാളോട് പറയണം, ഇവളുടെ കുല്യച്ചനോട്. അല്ലാതെ ഇവിടെ കിടന്ന് തുള്ളിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ സ്വയം ഒഴിഞ്ഞു പോയാ ഏട്ടന് വേറൊരു ജീവിതം കണ്ടുപിടിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. മോളെ, മക്കളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ ജീവിതത്തിൽ നിന്നും സ്വയം ഒളിച്ചോടുകയല്ല ചെയ്യുന്നത്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആരുടെ ജീവിതത്തിലുണ്ടാവും. സമചിത്തതയോടെ അതിന് മറികടന്ന് നമ്മൾ നിലനിൽക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താവുന്നത്. ഒക്കെ ഒന്ന് സാവകാശം ആലോചിച്ച് നോക്കിയാൽ മോക്ക് മനസ്സിലാവും. അവളോടുള്ള സ്നേഹക്കുറവുണ്ടാന്ന് നീ കരുതിയോ? അതുകൊള്ളാലോ. സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ നീലെന്താ അവൾ ഇറങ്ങിപ്പോയപ്പോ ഒരു ചിറ വിരല് പോലും അനക്കാതിരുന്നത്? അങ്ങ് ഗേറ്റ് വരെ ഇറങ്ങിപ്പോയപ്പോഴും നന്ദിനി ഇവിടെ കിടന്ന് അയ്യോ പത്തോ നലമുറയിട്ട് കരഞ്ഞപ്പോഴും അവനെന്താ തിരിച്ച് വിളിക്കാതിരുന്നത്? അവന് അവളെ ഇനി വേണ്ട, അത്രയുള്ള കാര്യം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മ. അതൊന്നും വലിച്ചിന് പറഞ്ഞാ മനസ്സിലാവില്ല. പുറത്തെടുത്ത് കളയുന്ന വേസ്റ്റ് ഒക്കെ തിരിച്ചകത്ത് കൊണ്ടുവെക്കുന്നതേ വെല്ലിച്ചിന് പണ്ടേ അങ്ങ് ശീലമായിപ്പോയി. അതേടി, അങ്ങനൊരു ശീലം എനിക്കുണ്ട്. അത് പണ്ട് മുതലേ ഉണ്ടായിപ്പോയി. പക്ഷേ നന്മയുള്ളവർ അതിനെ വിളിക്കുന്ന പേരെ മനുഷ്യർ തുള്ളിയാലും ഈ വീടിന്റെ സർവാധികാരി എന്റെ മൂത്ത മരുമകൾ സ്വാതി തന്നെയായിരിക്കും. വലിയ പ്രശ്നം. അമ്മ പെട്ടെന്ന് BP എല്ലാം കൂടിയാ? BP കൂടിയതേ അയാൾക്കല്ല, എനിക്കും ഗൗരിക്കുവാ. അമ്മ ഫോണിങ് തന്നെ, ഞാൻ സംസാരിക്കാം. ദേ രാജുവേട്ടാ, ഞാനാ ഗൗരി. നിങ്ങൾ എന്തോ ഡബിൾ റോൾ സിനിമ കളിക്കുവാണോ? എടി ഗൗരി, നീ കാര്യം പറഞ്ഞേ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. വെല്ലിച്ചന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാവേ വെല്ലിച്ചൻ സ്വാതിയുടെ പേരിൽ എഴുതി കൊടുക്കാൻ പോവാന്ന്. എന്താ പറഞ്ഞേ? ഞാൻ എന്താ മലയാളത്തിലല്ലേ പറഞ്ഞത്? എന്റെ രാജീവേട്ടാ, സ്വാതിക്ക് സ്വത്തുക്കളൊക്കെ വെല്ലിച്ച എഴുതി കൊടുക്കാൻ പോവാന്ന്. ഈ വല്ലിച്ചെന്താ പ്രാന്താണോ? അവർക്കെന്തിനാ ഈ സ്വത്ത്? അതൊന്നും എനിക്ക് അറിയത്തില്ല. ദേ ഉടനെ എന്തെങ്കിലും ചെയ്തേ. അതെല്ലാം വേണ്ടെങ്കിലേ ഞാൻ ഇനി തിരിച്ചെടുത്തോളാം. വേണ്ട, എന്തായാലും നീ ഇട്ടതല്ലേ, ഞാൻ കഴിച്ചോളാം. നീ ആ കറിയും എടുത്തേ. ഒഴിച്ച് കൂട്ട്. സ്വാതി എടുത്തി, സ്വാതി എടുത്തി, ചാതി അടത്തി. ഇന്ന് എവിടെ കഴിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനെന്തിനാ കഴിക്കാതിരിക്കുന്നത്? അവര് വരുന്നെങ്കിൽ വരട്ടെ. ഓ, പഴയതുപോലെ ഇപ്പൊ കഴിക്കാൻ പറ്റുന്നില്ല. എടുത്തി തോറ്റു കൊടുക്കരുത്. പഴയ സ്വാതിയായി
പഴയ കരുത്തോടെ താഴേക്ക് വരണം. എനിക്കിത് ഒരു തടങ്കൽ പോലെ നന്ദിനി തോന്നുന്നേ. ഇത് കാരാഗ്രഹം അല്ലാതായി മാറണമെങ്കിൽ എന്റെ പഴയ ഏട്ടനെ എനിക്ക് തിരിച്ചു കിട്ടണം. അതൊക്കെ ശരിയാവും ഏട്ടത്തി. വല്യച്ഛൻ അതൊക്കെ ശരിയാക്കും. അബദ്ധത്തിൽ ഒരു കള്ളം പറയാൻ നിർബന്ധിതയായി, അതും ഒരു തമാശയ്ക്ക് വേണ്ടി. തമാശ. പക്ഷേ അവരുടെ ചുറ്റുപാടുകൾ കാരണം അവർക്ക് ആ സത്യം തുറന്നു പറയാൻ സാധിച്ചില്ല. അതിന്റെ പേരിൽ നീ അവളോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തരുത്. ഇതേ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചേക്കണം. നിനക്കേ വിശക്കുമ്പോ ഒന്ന് കഴിച്ചാൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ സ്വാതി ഈ വീടിന്റെ മരുമകളാ. അവളെ കരയിക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. അച്ഛന്റെ നിർബന്ധം കൊണ്ട് മാത്രം അവള് തിരികെ കയറിയതാ. അവളോട് വരുന്നുണ്ട്. എന്താടി നീ വിളിച്ചിട്ട് നിന്റെ സ്വാതിയെടുത്തി വന്നില്ലേ? ഒരു അഹങ്കാരം കണ്ടില്ലേ? ആലോലാതി. അതൊന്ന് പരീക്ഷിക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ ശ്രീദേവിയുമായി സംസാരിക്കാം. അത് പരിഹരിക്കാനുള്ള മാർഗം ശ്രീദേവി തന്നെ പറയട്ടെ. ആ വല്ലിച്ച, വന്ന് ആഹാരം കഴിക്കാൻ. വേണ്ട മോളെ, കുറച്ചെങ്കിലും കഴിക്കും വല്ലിച്ച. മനസ്സിന് സുഖമില്ലാതെ ആഹാരം കഴിക്കാൻ പറ്റില്ല. സ്വാതി വല്ലതും കഴിച്ചോ? ഇല്ല, വിശപ്പില്ലാന്ന് പറഞ്ഞു. ചുറ്റിലും വെള്ളമാണ്, പക്ഷേ കുടിക്കാൻ മാത്രം പറ്റില്ല. അതുപോലെയാ ഇപ്പൊ ആ പാവത്തിന്റെ അവസ്ഥ. അനുഭവിക്ക, അല്ലാതെ എന്താ ചെയ്യാ? ഒന്നും സ്വാധിക്കില്ല. നന്മ മാത്രമേ ഉള്ളൂ അവളുടെ മനസ്സിൽ. ആ വീടിന് അവളെ വേണം. പക്ഷേ നീലിന് അവളെ വേണ്ടല്ലോ. ആദ്യം അവൻ സമ്മതിക്കണ്ടേ? സ്വാതി അംഗീകരിക്കാൻ നീൽ തയ്യാറായാലേ ഈ പ്രശ്നം അവസാനിക്കൂ. അതിനൊരു വഴിയേ ഉള്ളൂ. അവർക്കിടയിൽ ഒരു കുഞ്ഞ് വേണം. ഒരു കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ അവർക്കിനി ഒരുമിക്കാൻ കഴിയൂ. അതിനു വഴിയുണ്ട്. അതിന് നീല് സ്വാതിയും മനസ്സ് വയ്ക്കണം. എന്ത് വഴി? അത് എളുപ്പം സാധിക്കുന്നതാണോ? ഒരിക്കലും ഇല്ല. ഒരുപാട് നടപടിക്രമങ്ങളും നിയമപരമായ നൂലാമാലകളും ഉണ്ട്. നിങ്ങളൊക്കെ പിന്നെ എന്താ വിചാരിച്ചത്? ഇതോടെ സ്വാതി അങ്ങ് തകർന്നു പോകുന്നു. തീയിൽ കുരുത്തവളാ സ്വാതി. ഏത് തകർച്ചയിൽ നിന്നായാലും കരകയറാൻ സ്വാതിക്ക് പറ്റൂന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇനി ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇതേ സ്വാതിയുടെ വീടാ. സ്വാതിയുടെ വീട്? അതെ, ആ അവകാശവും അധികാരവും ഒക്കെ പണ്ട് കേട്ടാ. ഗൗരിമളെ, നീ ആ ചായ എടുത്ത് നീലിനോടുത്തെ തൊട്ടു പോരുത്. ഈ പാത്രത്തിൽ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. തീരുമാനിച്ച ആളുടെ ഇപ്പോഴത്തെ മട്ടും ഭാവം കണ്ട ആരായാലും ഞെട്ടിപ്പോവും. എനിക്കൊരു തെറ്റുപറ്റി. ഒരു നിമിഷം സ്വാതി ഒരു സാധാരണ പെണ്ണാണെന്ന് ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു. ഇനി അതുണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. അതിരിക്കട്ടെ, ആർക്കായി ചായ? എന്റെ ഏട്ടന്. ഭർത്താവിന് ചായ കൊടുക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയല്ലേ? തണുക്കുന്നതിന് മുമ്പ് ഞാനിത് കൊണ്ട് കൊടുക്കട്ടെ. ഇല്ലെങ്കിലേ ഏട്ടന് ദേഷ്യം വരും. വൃത്തിയാക്കട്ടെ. എന്റെ മുറിയിൽ ആരും ഒന്നും ചെയ്യണ്ട. അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ആഹാ, എന്ന് പറഞ്ഞ എങ്ങനെയാ? ഇതൊക്കെ ഒരു ഭാര്യയുടെ കടമയാ. ഏട്ടൻ അങ്ങോട്ട് മാറി നിന്ന് ചായ കുടിച്ചേ.
ഈ മുറിയൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കട്ടെ. ഓ, എന്തൊരു വൃത്തിയോടായിട്ടേ കിടക്കുന്നത്. അവളുടെ ഒരു വൃത്തിയാക്കൽ. മുറിയൊക്കെ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അതെ, വേഗം പല്ല് തേച്ച് ഫ്രഷ് ആയിട്ട് വന്നാ നല്ല പഞ്ഞി പോലുള്ള ഇഡലിയും തേങ്ങാ ചമ്മന്തിയും തരാം. വേഗം വരണേ. അച്ഛൻ രാവിലെ എവിടെ പോയതാന്ന് പറഞ്ഞില്ല. മോളെ, ഞാൻ രാവിലെ ഡോക്ടർ ശ്രീദേവി ഒന്ന് കാണാൻ പോയതാ. ശ്രീദേവിയുടെ ക്ലിനിക്കില് നീലും കൂടെ ഒന്നും കൂടെ പോണം. അച്ഛാ, അടുക്കളയില് ഒരുപാട് ജോലി ബാക്കിയുണ്ട്. ഉച്ചയ്ക്ക് ഊണിന് പ്രത്യേകിച്ച് കറി എന്തെങ്കിലും വേണോ? സ്വാതി, നീ എന്താ ഇങ്ങനെ? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഞാൻ എല്ലാം കേട്ടു അച്ഛാ. പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങനെയാ, കേട്ടില്ല കണ്ടില്ല എന്നടിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോ മനസ്സ് തകരും. അപ്പൊ ശരി, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഇന്ന് ഏട്ടനും അച്ഛനും എന്റെ വക സ്പെഷ്യൽ ഊണ് തരുന്നുണ്ട്. ഏട്ടന്റെ മുന്നിൽ സന്തോഷത്തോടുകൂടി ഇങ്ങനെ അഭിനയിച്ച് മാത്രം മുന്നോട്ട് ജീവിക്കാൻ എങ്ങനെ കഴിയും? ഈ അഭിനയം തൽക്കാലം തുടർന്നേ പറ്റൂ. ഈശ്വര, എനിക്ക് ശക്തി തരണേ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ മനസ്സ് അസ്വസ്ഥമാണ് വൈശാഖി. നീലും സ്വാതി ഇനി ഒരുമിച്ചാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ മരിക്കും. വേദേ, നീ ഇപ്പോ ശരിക്കും ഒരു ട്രബിളിൽ പെട്ടിരിക്കുക. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാൻ ഇനിയും സമയമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്മാറാനോ? പിന്മാറിയിട്ട് ഞാൻ എങ്ങോട്ട് പോകും? ഇല്ല, എനിക്കിനി അതിന് പറ്റില്ല. ഒന്നുകിൽ ഈ മത്സരത്തിൽ വേദ ജയിച്ചിരിക്കും, ഇല്ലെങ്കിൽ അത് തന്നെയാ ഏറ്റവും എളുപ്പ വഴി. അതിനെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. പ്പോ കഴിച്ചിരുന്നത് പോലെ മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ച് കഴിക്കാനോ കഴിയില്ല. അല്ല, ആർക്കായാലും കഴിയില്ല. കാരണം നമുക്കിഷ്ടമില്ലാത്തവരെ എന്ത് വിളമ്പി തന്നാലും അതിന് ഒരു രുചിയും ഉണ്ടാവില്ല. അത് നിന്റെ തെറ്റിദ്ധാരണയെ വേദ. എന്റെ ഏട്ടൻ എന്നെ വെറുത്തോട്ടെ, സ്നേഹിക്കണ്ട. പക്ഷെ ഏട്ടനോടുള്ള എന്റെ സ്നേഹത്തിന് ഒരു തരിമ്പ് പോലും കുറവ് വന്നിട്ടില്ല. ഓ, അത് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ഏട്ടനെ ഞാൻ ഒരുത്തിക്കും വിട്ടുകൊടുക്കില്ല. അവള് പറഞ്ഞതൊക്കെ കേട്ട് മോള് ധൈര്യം കൈവിടരുത്. പക്ഷേ ഇന്നു മുതൽ ഈ 2 മുറിയിലുള്ള കിടപ്പങ്ങ് അവസാനിപ്പിക്കണം. ഒന്നുകിൽ അവൻ വന്ന് നിന്റെ മുറി കിടക്കണം, അല്ലെങ്കിൽ നീ ചെന്ന് അവന്റെ മുറി കിടക്ക്. അത് സാധിക്കില്ല അച്ഛാ, അതിനായിട്ട് സമ്മതിക്കില്ല. അവന്റെ സമ്മതത്തോടെ ഇതൊന്നും നടക്കില്ല. പിന്നെങ്ങനെ നടക്കും വല്ലിച്ച?
മോളെ, ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ഇത്തരം അവസരങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാ. ഏട്ടത്തി, എന്താ നന്ദിനി? എനിക്കൊരു ഐഡിയ തോന്നുന്നു. പിടിച്ചതുകൊണ്ട് മാത്രവുമല്ല, ഒരിക്കൽ നിർത്തിയെടുത്ത് നിന്ന് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാനുള്ള മോഹം കൊണ്ട് ചോദിക്കുക. സ്വാതി ഡിവോഴ്സ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? നമ്മൾ പണ്ട് സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു പൊയ്ക്കൂടെ? ഇല്ല നീൽ, ഇതിനൊരു ഉത്തരം കിട്ടാതെ ഞാൻ പോവില്ല. തകർന്നു പോവും ഞാൻ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അഥവാ എന്ത് സംഭവിച്ചാലും ഏട്ടത്തി ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഏട്ടത്തി അകത്ത് കയറി കഴിഞ്ഞാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. നീ എന്ത് ചെയ്യും? അതൊക്കെ ഏട്ടത്തി നോക്കിക്കോ. ഞാൻ പൂട്ടും, നല്ല മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ഏട്ടനിന്ന് ഒരിടത്തും പോവില്ല. ഏട്ടത്തി ധൈര്യമായിട്ട് ചെല്ല്. ഞാനല്ലേ പറയുന്നേ. ഒന്ന് വാ ഏട്ടത്തി, വാ. ഷോ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? വാ. തമ്മിൽ പിണങ്ങാനും തുടങ്ങിയ ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവൂ. ഇനി ഏട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയെന്ന് വിചാരിക്കുക. പകരം ഒരാള് വരും വരെ ഏട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ചെയ്യാൻ ഒരാള് വേണ്ടേ? അതുകൊണ്ട് അതുവരെ ഞാൻ ഈ മുറിയിൽ തന്നെ കിടക്കും. എന്നെ ഇറക്കി വിടാന്നൊന്നും വിചാരിക്കണ്ട. സമാധാനം കിട്ടാൻ വേണ്ടിയാ ഞാൻ ഈ റൂമിൽ വന്ന് കിടന്നത്. അതിനും എന്നെ അനുവദിക്കില്ലെങ്കിൽ പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? ഇറങ്ങാൻ. ഏട്ടാ, ഏട്ടന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയോ ഞാനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എന്റെ ഏട്ടന്റെ ഒപ്പം തന്നെ ആയിരിക്കും. അത് നീയാണോ തീരുമാനിക്കുന്നത്? നീ എന്തായി കാണിക്കുന്നേ? ഇറങ്ങി പോകാനാ പറഞ്ഞത്. മാറേട്ടാ അങ്ങോട്ട്. സ്വാതി, ദേ. അപ്പോ ഗുഡ് നൈറ്റ്. സൂക്ഷിക്കണം അമ്മായി. ഇത് നന്ദിനി മാത്രം ചെയ്തതായിരിക്കില്ല. അച്ഛന്റെയും ഗിരിയുടെയും ഒക്കെ സപ്പോർട്ട് ഇതിന് പിന്നിലുണ്ടാവും. ഗൗരി, ഈ രാത്രി അവരൊന്നിച്ചുണ്ടായാ നമ്മുടെ എല്ലാ പ്ലാനുകളും തെറ്റും. അമ്മായി, എന്നിട്ട് ആ നന്ദിനി എവിടെ? അതല്ലേ രസം. അവള് മുറിയും പൊട്ടി താക്കോലും കൊണ്ട് അവളുടെ മുറി കയറി വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുക. നമ്മൾ ഇനി എന്ത് ചെയ്യും വേദ? വേണ്ടേ? അയ്യോ സോറി മോളെ. ഏട്ടനിപ്പോ നിന്നോട് സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ല. നീ അധികം നെകളിക്കില്ലേടി. നീ ആ മുറിക്കകത്ത് എങ്ങനെയാ കേറിയതെന്ന് എനിക്കറിയാം. മര്യാദക്ക് ഇറങ്ങി പൊടി. അങ്ങനെ പറയല്ലേ എന്റെ വേദമോളെ. കുറച്ചു ദിവസത്തെ പരിഭവവും പരാതിയും ഒക്കെ ഞങ്ങളൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എന്താ എടി, ദേ ഈ രാത്രി ഇനി ഞങ്ങളെ ശല്യപ്പെടുത്തല്ലേ. ബൈ. അപ്പോ സംഗതി മൊത്തം കുഴഞ്ഞല്ലേ മക്കളെ? എന്റെ ദൈവമേ, എന്നെങ്ങാനും അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞ. എന്റെ ദൈവമേ, എന്റെ അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഒരു ശാന്തി മുഹൂർത്തം പോലും. വേദേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? സാരമില്ല ഗൗരി, ഈ രാത്രി ഒന്നും സംഭവിക്കില്ല.
ഒരു മുറിയിലല്ല, തൊട്ടരികിൽ കിടക്കേണ്ടി വന്നാലും നീലിനെ വരുതിയിലാക്കാൻ സ്വാതിക്കിനി ഒരിക്കലും കഴിയില്ല. വിശന്നിട്ട് ഉറക്കവും വരുന്നില്ലല്ലോ ദൈവമേ. ഇത് ഇവള് കുടിച്ചതിന്റെ ബാക്കിയായിരിക്കും. ഇതിന്റെ പട്ടി കുടിക്കും. എന്തൊരു കഷ്ടമാ, വെള്ളമില്ലേ? ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യല്ലോ. അവനും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. അപ്പോ ഇതെല്ലാരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. ദൈവമേ, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വിശന്ന് ചാവും. എന്ത് പറ്റിയേട്ടാ? വിശക്കുന്നോ? ഇത് ഞാനേ നേരത്തെ കണക്ക് കൂട്ടിയതാ. 2 ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ട്. കറി തണുത്തുപോയി കാണും, എന്നാലും കഴിക്കാം. എനിക്കൊന്നും വേണ്ട നിന്റെ ചപ്പാത്തി ഒന്നും. വേണ്ടെങ്കിൽ കഴിക്കണ്ട, അവിടെ വച്ചേക്കാം. എന്നിട്ട് രാവിലെ എടുത്തും കളഞ്ഞോളാം. എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചത്. വിശപ്പുമില്ല, ദാഹവും ഇല്ല. എന്നാലേ ഗുഡ് നൈറ്റ്. അയ്യോ, അത് സഹിച്ച് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോവും സ്വാമിജി? ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെയാണ് കുട്ടി ജീവിതം കരുത്തുറ്റതായി തീരുന്നത്. നീലിന്റെ മനസ്സ് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ അയാളെ ഒന്ന് നേരിൽ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് അയാളോട് പറയാനുണ്ട്. മോളിപ്പോ വെക്കോ, താമസിയാതെ എല്ലാം ശരിയാകുന്ന ഒരു ദിവസം വരും. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായി ഒരാൾ വരിക തന്നെ ചെയ്യും. എനിക്ക് നിന്നോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. സംഭവിച്ചതൊക്കെ ഇവിടുള്ളവർ മറന്നു കഴിഞ്ഞു. ഇനി നീലിന്റെ സ്വാതിയുടെ ജീവിതം നീയായിട്ട് തകർക്കരുത്. എത്രയും വേഗം നീ ഈ വീട്ടിൽ നിന്ന് തിരിച്ചു പോണം. ഡോക്ടർ പറഞ്ഞതുപോലെ ഞാൻ നീലിന്റെയും സ്വാതിയുടെയും ജീവിതം തകർക്കാൻ വന്നവളല്ല. നീല് കാരണം തകർന്നു പോയ എന്റെ ജീവിതം തിരികെ യാചിക്കാൻ വന്നവളാ ഞാൻ. ഇതൊക്കെ സത്യമാണോ മഹേഷേട്ടാ? ഈ കുട്ടി പറയുന്നത് പോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ശ്രീദേവി ഇരിക്കും. കിട്ടിയ ജീവിതമായിരുന്നില്ല, സ്വാതിയുടെ ജീവിതം തകർക്കലായിരുന്നു. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി മഹേഷേട്ടാ. തെറ്റുകൾ എല്ലാവരുടെയും ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒക്കെ ക്ഷമിച്ച് മോൾ എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോണം. ഒരു പുതിയ ജീവിതം കണ്ടെത്തണം. ഞാൻ പറയുന്നതൊക്കെ മോക്ക് നെഗറ്റീവായിട്ടേ ഇപ്പൊ തോന്നൂ, പക്ഷേ സത്യം അതാണ്. ദയവ് ചെയ്ത് നീലിന്റെയും സ്വാതിയുടെയും ജീവിതം തകർക്കരുത്. ആന്റിക്കിത് ഇത്ര വേഗത്തിൽ പറയാൻ കഴിയുന്നത് എന്നെ പോലെ ജീവിതം നഷ്ടപ്പെടാത്തതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തിയത് നീലിന് വേണ്ടിയാണ്. അതൊക്കെ എനിക്ക് തിരികെ കിട്ടിയേ തീരൂ. അത് ആന്റി നീലിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ആന്റി ഇപ്പൊ വന്നത് നീലിനെയും സ്വാതിയും തമ്മിൽ ഒന്നിപ്പിക്കാനാണെങ്കിൽ അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്, ഒരിക്കലും നടക്കാത്ത ഒന്ന്. സത്യത്തിലൊരു ഡോക്ടറെ അല്ല, ഒരു വക്കീലിനെയാണ് അവർക്ക് ആവശ്യം, വിവാഹമോചനം കിട്ടാൻ.
ആന്റിക്ക് കഴിയുമെങ്കിൽ അതൊന്ന് സംഘടിപ്പിച്ചു കൊടുക്ക്. എന്തായാലും രണ്ടിലൊന്നും അറിയാതെ ഈ വേദയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. ഉണ്ടാവില്ലെന്ന് അവര് പറഞ്ഞോ? ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞിരുന്നു. ഓ മൈ ഗോഡ്. എന്നിട്ടാണോ നീൽ സ്വാതിയോട് ഇത്രയ്ക്ക് വിരോധം കാണിക്കുന്നത്? ആ, നീല് വിഷമിക്കണ്ട. നമുക്ക് ചില ട്രീറ്റ്മെന്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നീലിന് സമ്മതമാണോ? അതിന് എനിക്കല്ലല്ലോ കുഴപ്പം. അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഞാൻ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമുണ്ടോ? അവൾക്ക് സമ്മതമാണെങ്കിൽ ആന്റി എന്താണെന്ന് വെച്ച് ചെയ്തോ. അതൊന്നും എനിക്കറിയേണ്ട ഒരു കാര്യമല്ല. അതിനെക്കുറിച്ചൊന്നും എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട. ആലോചിക്കാം. എന്ത് മാർഗം? ഒരു വഴി അടയുമ്പോ അടുത്ത വഴി സ്വയം തുറന്നു വരുമെന്നല്ലേ പറയുന്നത്? ഇതും അങ്ങനെ ഒരു വഴിയാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. സ്വാമിജി വന്നോളൂ. എന്താ ഏട്ടത്തി, സ്വാമിജി രാവിലെ തന്നെ? എനിക്കറിയില്ല. വന്ന ഉടനെ തന്നെ ഏട്ടനെ കാണണമെന്ന് പറയായിരുന്നു. കുടിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോ സംഗതി എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ ഏട്ടത്തി? നിനക്ക് ഈ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല. അതോർത്താൽ നല്ലത്. ഇറങ്ങട്ടെ. പിന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നത് വെറും സന്താന സൗഭാഗ്യത്തിന് വേണ്ടി മാത്രമല്ല, അതൊരു പുണ്യ പ്രവൃത്തി കൂടിയാ. ശരി, കാണാം. ഈശ്വര, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് ഇനി എന്ത് ചെയ്യാ സ്വാമിജി? വരാൻ പോകുന്നത് അമാവാസിയാണ്. ആത്മാക്കൾക്ക് ശക്തി വർദ്ധിക്കും. മാലതിയുടെ ആത്മാവ് നിങ്ങളിൽ ഒരാളെ കൊണ്ടൊരു കൊലപാതകം ചെയ്യിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ചെയ്യണം സ്വാമിജി. നിങ്ങളിൽ ഒരാളിൽ മാലതിയുടെ ആത്മാവ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനെ ശുദ്ധീകരിച്ച് മോക്ഷം കിട്ടാനുള്ള കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. നാളെ തന്നെ. അല്ലെങ്കിൽ അമാവാസിക്ക് മുൻപ് ആ മരണം ഈ വീട്ടിൽ സംഭവിച്ചിരിക്കും. എല്ലാരും സൂക്ഷിക്കണം. ഇറങ്ങട്ടെ. ശരി സ്വാമിജി. ഏട്ടത്തി ഒന്ന് വന്നേ. എന്താടി? ഇങ്ങോട്ട് വരാൻ വാ. സിദ്ധൻ പറഞ്ഞിട്ടുള്ളൂ. അതെ, എന്താ അത് പോരെ? പോരാ, അങ്ങനെ വെറുതെ പറഞ്ഞ പോരാ. ഇവിടെയുള്ള ഒരാളിൽ പ്രേതബാധയുണ്ടെന്ന് അമ്മായി മനസ്സിലാക്കണം. എന്നുവെച്ചാ ഏട്ടത്തി എന്താ ഉദ്ദേശിക്കുന്നത്? അവര് ഭയക്കണം, ഭയന്ന് നിലവിളിക്കണം. കഴിയുമെങ്കിൽ ബോധം കെട്ട് വീഴണം. ഇന്ന് രാത്രി തന്നെ അത് സംഭവിക്കണം.
കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞു. നീലെവിടെ? അവൻ പുറത്തേക്ക് പോയി. ഓ, ഇതൊന്നും ആരോടും പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. എന്റെ മാത്രം അധികാരത്തിലുള്ളൊരു കാര്യമല്ലേ വക്കീൽ ഇത്? അതിന് ഞാൻ ആരോടെങ്കിലും അനുവാദം ചോദിക്കണോ? മഹേഷേ, ഒരു കുടുംബമാവുമ്പോ അതിൽ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ? നാളെ മക്കളൊന്നും നിങ്ങളുടെ ശത്രുക്കളാവരുത്. എനിക്കത്രേ പറയാനുള്ളൂ. എന്റെ തീരുമാനം നേരത്തെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാണല്ലോ. ഇപ്പൊ അത് നടപ്പാക്കുന്നു, അത്രേ ഉള്ളൂ. അത് സ്വീകരിക്കാനുള്ളയാള് അത് ഇതുവരെയെങ്കിലും സമ്മതിച്ചോ? ഇല്ല, ഇതുവരെ ഞാൻ അത് അവളോട് പറഞ്ഞിട്ടുമില്ല. വക്കീല് തന്നെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. സ്വാതി, മോളെ സ്വാതി, ഈ വീടിന്റെ അവകാശം കുട്ടിയുടെ പേരിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് തയ്യാറാക്കാൻ വേണ്ടിയാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് മാത്രമല്ല, കമ്പനിയിലുള്ള എനിക്കുള്ള എല്ലാ അവകാശവും അധികാരവും ഇനി നിനക്കായിരിക്കും. അധികാരമില്ലാത്തതിന്റെ പേരിൽ നിന്നെ ആരും ഇനി ഇവിടുന്ന് ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല. അത് നടക്കില്ല വല്ലിച്ച. വെല്ലിച്ചന്റെ പേരിലുള്ള സ്വത്തുക്കളുടെ അവകാശമേ നീലിനും ഞങ്ങൾക്കുമായിട്ട് മാത്രമുള്ളതാ. അത് ഇവൾക്ക് എഴുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാ. എന്റെ പേരിലുള്ള സ്വത്തുക്കൾ ഇഷ്ടമുള്ളവർക്ക് നൽകാൻ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിനാരുടെയും ഒരു സമ്മതവും എനിക്ക് ആവശ്യം. നിന്റെ സമ്മതവും സമ്മതക്കുറവൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇതൊക്കെ നിന്റെ പേരിൽ എഴുതാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിലൊരു മാറ്റവും. വെല്ലിച്ചൻ എന്താ ഭ്രാന്താണോ? ദേ വെല്ലിച്ച, ഒന്നും ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഈ വീടിനകത്ത് കെട്ടി തൂങ്ങി ഞാൻ ചാവും. എന്റെ ശവമടക്ക് കഴിഞ്ഞിട്ടേ പിന്നെ വലിച്ചതിന് സാധിക്കൂ. അച്ഛാ, ദയവ് ചെയ്ത് ഒരു സ്വത്തും എന്റെ പേരിൽ എഴുതി വെക്കരുത്. എനിക്ക് എന്റെ ഭർത്താവിനെ മാത്രം മതി. അപ്പോ നമ്മളിനി എന്ത് ചെയ്യും? എല്ലാം ഒന്ന് അവസാനിക്കുന്നതുവരെ ഇതൊന്ന് നീട്ടിവെച്ചാലോ? അത് വേണ്ട. സ്വാതി സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആര് ഭീഷണിപ്പെടുത്തിയാലും എന്റെ തീരുമാനത്തിൽ നിന്ന് ഇനി ഒരു ഇഞ്ച് പോലും ഞാൻ പുറകോട്ട് പോവില്ല. ഇന്ന് തന്നെ ഡോക്യുമെന്റ്സ് തയ്യാറാക്കിക്കോളൂ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് ഞാൻ വിളിക്കാം. എന്നാ ശരി. നീ എന്താ ഇപ്പൊ വാക്ക് മാറ്റി പറയുന്നേ? അപ്പോ നീ കൂടെ നിന്ന് ഞങ്ങളെയൊക്കെ ചതിക്കുവായിരുന്നല്ലേ? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ഇനി ചതിക്കേയില്ല. ഞാൻ പറഞ്ഞ വാക്കിൽ ഒരു മാറ്റവും വരില്ല. പക്ഷേ കമ്പനിയുടെ ഷെയർ ആയിട്ടല്ല, പകരം അത് വിറ്റ് കിട്ടുന്ന പണമായിട്ടായിരിക്കും അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അഥവാ കമ്പനിയുടെ കേസിൽ ഞാൻ തോറ്റാൽ ഞാൻ എഴുതിത്തരുന്ന സ്വത്തുക്കൾക്ക് മേൽ പിന്നെയും കോടതി തർക്കങ്ങൾ ഉണ്ടാകും. അതിനേക്കാൾ നല്ലത് അത് വിറ്റ് കിട്ടുന്ന പണം നിങ്ങൾക്ക് തരുന്നതല്ലേ? അത് ഏകദേശം ഒരു 4-5 കോടിയോളം വരും. ബാക്കി നിൽക്കും. അതാ. പിന്നെ ഈ ലോകത്ത് ഇന്ന് വരെ ആരും ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. ഇനി വിശ്വസിക്കാനും പോകുന്നില്ല. ഇനി എന്തായാലും കളി ഞാനൊന്ന് മാറ്റിക്കളിക്കാൻ പോവാ. എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. രാജുവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറഞ്ഞറിയാനുള്ളതല്ല, കണ്ടറിയാനുള്ളതാണ്. പ്രേതം അമ്മായിയെ പിടിച്ചിരിക്കുന്നെന്നാ തോന്നുന്നത്.
കണ്ടോ എന്റെ ശരണായിരിക്കും എന്നെ തന്നെ പിടിച്ചിരിക്കുന്നത്. അയ്യോ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ സൂക്ഷിക്കണം. ചേട്ടാ പേടിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ? അമ്മയ്ക്ക് കുറച്ച് സ്വസ്ഥത കിട്ടണം. അമ്മ ഇങ്ങോട്ടൊന്ന് ഇരുന്നേ. മതി എല്ലാവരും നിന്ന് കാഴ്ച കണ്ടത്. ഇനിയെങ്കിലും ഒന്ന് പൊയ്ക്കൂടെ? അത് ശരി, നിലവിളി കേട്ട് അന്വേഷിക്കാൻ ഓടി വന്നാണോ ഇപ്പൊ കുറ്റമായത്? വാ നമുക്ക് പോവാം. എന്താന്ന് വെച്ചാ അമ്മേ, അപ്പൊ വല്യമ്മയുടെ പ്രേതം കയറിയത് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ എന്നെ സ്വപ്നത്തിൽ വന്ന് കൊല്ലാൻ നോക്കിയത് ഇവളാണോ? സ്വപ്നത്തിലല്ല, പ്രേതം കയറിയ ഇവിടെ തന്നെ ആയിരിക്കും. വന്നേ നോക്കാം. മോളെ അമ്മ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് പോ. നീ എന്റെ മക്കളെ ഒത്തൊരുമയോടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലടി? എന്നെ വിളിക്കുന്ന കേട്ടില്ലടി നീ? അതെ സ്വാതി, നീ കളിക്കല്ലേ? നട്ടുച്ചയ്ക്ക് നിലവിളക്കും കത്തിച്ചു വെച്ചിട്ട് നട്ടപ്രാന്ത് നാടകം കളിക്കില്ലേ നീ? നാടകം ഞാൻ കാണിച്ചു തരാൻ നിനക്ക്. അയ്യോ എവിടെ പോയതാടി ഇവള്? സ്വാതി നീ എന്തായി കാണിക്കുന്നേ? സ്വാതിയല്ല വല്യമ്മ, നിന്റെ വല്യമ്മേടി ഞാൻ. ഇവിടെ വാടി. നീ പോവില്ലല്ലേ? നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഞാൻ പോകത്തില്ല. നിന്നെ ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എന്ത്? ഇപ്പൊ സ്വാതി ചെയ്തത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. നീയും സ്വാതിയും തമ്മിൽ പോലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. നീലേ, ഇനിയെങ്കിലും നിനക്ക് ആ സ്വാതിയോട് ക്ഷമിച്ചൂടെ? ഒരിക്കൽ രാജീവിനെ നൽകാനോ അവൾ അവരെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നു. അറിഞ്ഞ വിവരം ഒന്ന് പറയാൻ വന്നേ ഉള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്നാലും നമ്മുടെ കമ്പനി അവൾ വിറ്റുകളഞ്ഞല്ലോ മോളെ. എത്ര നാളത്തെ അധ്വാനമാ. മാലിതയുടെ പേരിലായിരുന്നു മേജർ ഷെയറും. അതെല്ലാം അവളന്ന് വേദയുടെ പേരിൽ എഴുതി വെച്ചു. അതുതന്നെയാണ് കമ്പനിയുടെ നാശത്തിനും കാരണമായത്. സാരമില്ല അച്ഛാ. ചിലതൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് മറ്റു ചിലത് നമുക്ക് കിട്ടാൻ വേണ്ടിയാ. എന്തായാലും അവളെന്നെ ക്ഷണിച്ചതല്ലേ, ഞാൻ പോകുന്നുണ്ട്. ഒരു കാഴ്ചക്കാരിയാണ്. May I come in, madam? Yes, come in. Very warm, sir.
നിങ്ങള് തമാശ പറയാണോ? ഒരിക്കലുമല്ല. ഇതിന്റെ യഥാർത്ഥ അവകാശിക്ക് വേണ്ടി ഇടനിലക്കാരനായി വന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അതാരാ അത്രയ്ക്ക് പ്രധാനപ്പെട്ട അവകാശി? രാജീവ്, വിളിക്കേ. സോറി മാഡം, എനിക്കും ഈ കളി ഒന്ന് മാറ്റി കളിക്കേണ്ടി വന്നു. റിയലി സോറി. ഞാന് ഇപ്പത് ഈ സാറിന്റെ കൂടെയാ. കേറി വരൂ. എന്നെ ഇവിടെ ഇറക്കിവിട്ട് നീ ഈ കമ്പനിയുടെ അധികാരം പിടിച്ചെടുത്തു, അതും ചതിയിലൂടെ. ഇപ്പൊ ഞാൻ അത് തിരിച്ചു പിടിച്ചു. അതിനുവേണ്ടി ഞാൻ മുന്നിൽ നിർത്തിയത് നിന്റെ വിശ്വസ്തനായ രാജീവിനെ തന്നെയാണ്. ഇനി ഒന്നും നോക്കാനില്ല. ഈ അഗ്രിമെന്റ് സ്വാതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നല്ല അന്തസ്സായിട്ട് നിനക്കിവിടെ ഇറങ്ങിപ്പോ. ഇല്ല, ഞാനിത് തരില്ല. മാഡം, ഇങ്ങനെ BP കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇത് സ്വാതി ഏട്ടത്തിയുടെ പേരിൽ എപ്പോഴേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു.